ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈഹാസ് കിച്ചൻ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോടൻ ഇറച്ചി പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചിലർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 സവാളയാണ്. അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ്, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 പച്ചമുളകാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 2 പച്ചമുളകാണ്. അത് നമുക്കൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില, ഒരു പിടി കറിവേപ്പില. ഇനി ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തുള്ള ചിക്കനാണ്. അതൊന്ന് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതൊന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫ്രൈ ചെയ്ത ചിക്കൻ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ പത്തിരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പത്തിരി ഇതാ ഇവിടെ പരത്തി ഇട്ടിട്ടുണ്ട്.
ഇനി നമുക്കിതിൻ്റെ മേലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സെൻറ്ററിലേക്ക് ആക്കി വെച്ച് കൊടുക്കണം. നമ്മൾ സൈഡിലേക്കൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് മേലെ ഒരു പത്തിരി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പത്തിനും നമ്മൾ ഇതുപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. പുറമേ നിന്ന് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പത്തിരി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പത്തിരിയൊക്കെ നന്നായിട്ട് പൊന്തിയൊക്കെ വന്ന് നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു ചെറിയൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഏലക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ മിൽക്കാണ്. അതുപോലെ തന്നെ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പത്തിരിയുടെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച എഗ്ഗിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലും ഒന്ന് ഇതുപോലെ എഗ്ഗിൻ്റെ ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കൂടുതൽ ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ എഗ്ഗിൻ്റെ ഇതൊന്ന് അതിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ ചെറിയൊരു സ്വീറ്റും ഉള്ളിൽ അത്യാവശ്യം എരിവുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുള്ളൂ. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്